ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെയും സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെയും വർക്കിംഗ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഈ വീഡിയോയിൽ ഈ 2 പമ്പ്സ് തമ്മിലുള്ള ഡിഫറൻസുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് സാധാരണ 4-5 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഡിഫറൻസ് ബിറ്റ്വീൻ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ആൻഡ് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് 4-5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ ഒരു 8-9 പോയിൻറ്റ്സ് മാത്രം നമ്മൾ എക്സാമിന് എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെ വായിച്ചാൽ മനസ്സിലാവുന്ന കുറച്ച് പോയിൻറ്റ്സാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പോയിൻറ്റ്സ് കാണാതെ പഠിച്ചുകൊണ്ട് പോകാനായിട്ട് നോക്കുക. അപ്പോൾ ഈ പോയിൻറ്റ്സ് നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിലും അതിൻ്റെ ലോജിക്ക് കുറച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിരിക്കും. ആദ്യത്തെ ഡിഫറൻസ്, മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ് സാധാരണ ഹൈ ഹെഡിനാണ് ഉപയോഗിക്കുന്നത്, സെൻട്രിഫ്യൂഗൽ പമ്പ് ലോ ഹെഡിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഹെഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഹൈറ്റിനെയാണ്. എത്ര ഹൈറ്റിലേക്കാണ് വെള്ളം പമ്പ് ചെയ്ത് കയറ്റാനുള്ളത്, വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് ലിക്വിഡിനെ പമ്പ് ചെയ്ത് കയറ്റാനുള്ളത്, എത്ര ഹൈറ്റിലേക്കാണ് പമ്പ് ചെയ്ത് കയറ്റാനുള്ളത്, അതിനെയാണ് ഹെഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്ററിലൊക്കെയാണ്, ലെങ്തിൻ്റെ ആ യൂണിറ്റാണ് ഈ ഹെഡിന് ഉപയോഗിക്കുന്നത്. നമ്മൾ ഹൈറ്റ് എന്ന വാക്ക് ഉപയോഗിക്കത്തില്ല. ഇവിടെ ഈ ഹൈഡ്രോളിക്സ്, അതായത് പമ്പ് ടർബൈൻസ് ഒക്കെ പഠിക്കുന്ന ആ ടോപ്പിക്കിന്, ആ ഏരിയയാണ് ഹൈഡ്രോളിക്സ് എന്ന് പറയുന്നത്. ആ ഹൈഡ്രോളിക്സിൽ നമ്മൾ ഹെഡ് എന്ന വാക്കാണ് സാധാരണ ഉപയോഗിക്കുന്നത്. സർട്ടൺ ഹൈറ്റിലോട്ട് വെള്ളത്തിനെ പമ്പ് ചെയ്ത് കയറ്റുന്നുവെങ്കിൽ അതിനെ ഹെഡ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹൈ ഹെഡ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈറ്റിലേക്ക് വെള്ളത്തിനെ പമ്പ് ചെയ്ത് കയറ്റുക, അതിനെയാണ് ഹൈ ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് സാധാരണ ഹൈ ഹെഡിനാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ സെൻട്രിഫ്യൂഗൽ പമ്പ് ലോ ഹെഡിനാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഞാൻ 1 നില അല്ലെങ്കിൽ 2 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കയറ്റുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ അതല്ല, ലോ ഹെഡാണ്. അപ്പം റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഹൈ ഹെഡിന് സൂട്ടബിളാണ്, സെൻട്രിഫ്യൂഗൽ പമ്പ് ലോ ഹെഡിന് സൂട്ടബിളാണ്. പിന്നെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി. റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ ഡിസ്ചാർജ് കുറവായിരിക്കും, സെൻട്രിഫ്യൂഗൽ പമ്പിൽ ഡിസ്ചാർജ് കൂടുതലായിരിക്കും. അതിൻ്റെ ഡിഫറൻസ്, വ്യത്യാസം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞു. കൂടുതൽ ക്വാണ്ടിറ്റി ഡെലിവറി പൈപ്പ് വഴി പുറത്തോട്ട് വരും. അതിനെ ആ കൂടുതൽ ക്വാണ്ടിറ്റി വാട്ടർ ഡെലിവറി പൈപ്പ് വഴി പുറത്തോട്ട് വരും. അതിനെയാണ് ഡിസ്ചാർജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പിനാണ് സാധാരണ റെസിപ്രോക്കേറ്റിംഗ് പമ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഡിസ്ചാർജാണ് കൂടുതൽ. അതായത് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ വാട്ടർ ഡെലിവറി പൈപ്പ് വഴി പുറത്തോട്ട് വരും. അതായത് ടാങ്ക് പെട്ടെന്ന് നിറയും. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് യൂസ് ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് ഒരു ടാങ്ക് ഫില്ലാവുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പ് യൂസ് ചെയ്യുന്നതാണ്. അപ്പം അതിനാണ് ഡിസ്ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം കൂടുതൽ ക്വാണ്ടിറ്റി ആയിരിക്കും സെൻട്രിഫ്യൂഗൽ പമ്പ്, ഡിസ്ചാർജ് കൂടുതലായിരിക്കും സെൻട്രിഫ്യൂഗൽ പമ്പിന്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ഡിസ്ചാർജ് കുറവായിരിക്കും. ആക്ച്വലി റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ഡിസ്ചാർജ് കുറവാണ് എന്നല്ല അതിൻ്റെ മീനിങ്. സെൻട്രിഫ്യൂഗൽ പമ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ഡിസ്ചാർജ് കുറവാണ്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ലോ ഡിസ്ചാർജാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പാണെങ്കിൽ ലാർജ് ഡിസ്ചാർജാണ്. പിന്നെ കോസ്റ്റ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പിന് കൂടുതൽ കോസ്റ്റ് വരും, സെൻട്രിഫ്യൂഗൽ പമ്പിന് ലോ കോസ്റ്റാണ്. കാരണം വളരെ സിമ്പിളായിട്ടുള്ള കൺസ്ട്രക്ഷനാണ്, ആകെ ഒരു കേസിങ്ങും ഇമ്പല്ലറും മാത്രമേ ഉള്ളൂ. റെസിപ്രോക്കേറ്റിംഗ് പമ്പാണെങ്കിൽ പമ്പ് സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ഒക്കെയാണ്. അപ്പോൾ പിസ്റ്റണൊക്കെ വളരെ കാര്യമായിട്ട് മാനുഫാക്ചർ ചെയ്ത് കറക്റ്റ് ആക്യുറസിയിലൊക്കെ മാനുഫാക്ചർ ചെയ്തെടുത്താൽ ആ സിലിണ്ടറിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ അകത്ത് റെസിപ്രോക്കേറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ ബാക്കി കമ്പോണൻസ്, ഈ കണക്റ്റിംഗ് റോഡും ക്രാങ്കും അങ്ങനത്തെ ഡിവൈസുകളെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് കൂടുതലായിരിക്കും റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്, കോസ്റ്റും കൂടുതലായിരിക്കും, കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരിക്കും അതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സൊക്കെ. അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷേ സെൻട്രിഫ്യൂഗൽ പമ്പ് ലോ കോസ്റ്റ് ആണെന്ന് പറയാം. കാരണം കമ്പോണൻസ് ഒക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, വളരെ വലിയ വെയിറ്റ് ഒന്നുമില്ല, കമ്പോണൻസിൻ്റെ എണ്ണവും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് കുറവായിരിക്കും. അതേപോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് സാധാരണ കൂടുതലാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്. സാധാരണ ഒരു കമ്പോണൻറ്റ് റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഫെയിലിയർ വരാനുള്ള ചാൻസ് കൂടുതൽ, അല്ലെങ്കിൽ ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതൽ ഒരു കമ്പോണൻറ്റ് റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോഴാണ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതിന് റെസിപ്രോക്കേഷനാണ്. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലായിരിക്കും റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്. അതുപോലെ തന്നെ മൂവിങ് പാർട്സ് കൂടുതൽ റെസിപ്രോക്കേറ്റിംഗ് പമ്പിനാണ്. ഇപ്പോൾ സിലിണ്ടറിൻ്റെ അകത്ത് പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ കണക്റ്റിംഗ് റോഡും ക്രാങ്കും അതെല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂവിങ് പാർട്സ് കൂടുതലും റെസിപ്രോക്കേറ്റിംഗ് പമ്പിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെയിലിയർ വരാനുള്ള, ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് മെയിൻ്റനൻസ് കോസ്റ്റും കൂടുതലായിരിക്കും. പക്ഷേ സെൻട്രിഫ്യൂഗൽ പമ്പിൽ ആകെ ആ ഇമ്പല്ലർ മാത്രം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതും റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ, റെസിപ്രോക്കേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ് സെൻട്രിഫ്യൂഗൽ പമ്പിന്. പിന്നെ റെസിപ്രോക്കേറ്റിംഗ് പമ്പാണെങ്കിൽ ലെസ് കോമ്പാക്റ്റ് ആയിരിക്കും, സെൻട്രിഫ്യൂഗൽ പമ്പാണെങ്കിൽ മോർ കോമ്പാക്റ്റ് ആയിരിക്കും. അതായത് കുറച്ചും കൂടെ ചെറിയ സൈസ് ആയിരിക്കും സെൻട്രിഫ്യൂഗൽ പമ്പിന്. പിന്നെ പ്രൈമിംഗ് എന്ന സംഭവം, പ്രൈമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് സെൻട്രിഫ്യൂഗൽ പമ്പിന് മാത്രമേ ഉള്ളൂ, റെസിപ്രോക്കേറ്റിംഗ് പമ്പിന് പ്രൈമിംഗ് ഒന്നുമില്ല. പ്രൈമിംഗ് എന്ന് പറഞ്ഞാൽ സക്ഷൻ പൈപ്പും പമ്പിൻ്റെ കേസിങ്ങും വാട്ടർ കൊണ്ട് ഫില്ല് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. കാരണം വാട്ടർ ഉണ്ടെങ്കിൽ സഫിഷ്യൻറ്റ് വാക്വം അത് ക്രിയേറ്റ്, ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പം സഫിഷ്യൻറ്റ് വാക്വം അത് ക്രിയേറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പ്രൈമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉള്ളത്. അപ്പോൾ അത് സെൻട്രിഫ്യൂഗൽ പമ്പിന് മാത്രമേ ഉള്ളൂ. പിന്നെ റെസിപ്രോക്കേറ്റിംഗ് പമ്പിന് വെയിറ്റ് കൂടുതലായിരിക്കും. കാരണം കമ്പോണൻസിൻ്റെ എണ്ണമൊക്കെ കൂടുതലായതുകൊണ്ട്, കൂടുതൽ കമ്പോണൻസ് ഉള്ളതുകൊണ്ട് വെയിറ്റ് കൂടുതലായിരിക്കും. സെൻട്രിഫ്യൂഗൽ പമ്പിന് വെയിറ്റ് കുറവായിരിക്കും.
റെസിപ്രോക്കേറ്റിംഗ് പമ്പിന് കോംപ്ലക്സ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ്, കൂടുതൽ കമ്പോണൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കോംപ്ലക്സ് കൺസ്ട്രക്ഷനാണ്. പക്ഷേ സെൻട്രിഫ്യൂഗൽ പമ്പിന് സിമ്പിളായിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ്. ആ കേസിങ്ങും അതിൻ്റെ അകത്തുള്ള ഇമ്പല്ലറും മാത്രമേ സെൻട്രിഫ്യൂഗൽ പമ്പിൽ വരുന്നുള്ളൂ, വേറെ കമ്പോണൻസ് ഒന്നും ഇല്ല ബേസിക്കലി. അപ്പോൾ അതുകൊണ്ട് സിമ്പിൾ കൺസ്ട്രക്ഷൻ ആയിരിക്കും സെൻട്രിഫ്യൂഗൽ പമ്പിന്. അതുപോലെ തന്നെ റെസിപ്രോക്കേറ്റിംഗ് പമ്പിന് കൂടുതൽ വിയർ ആൻഡ് ടിയർ ഉണ്ടായിരിക്കും, കാരണം റെസിപ്രോക്കേഷനാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് പിസ്റ്റൺ സിലിണ്ടർ അതിൻ്റെ അകത്ത് അവിടെ വിയർ ആൻഡ് ടിയർ ഒക്കെ വരും. കൂടുതൽ വിയർ ആൻഡ് ടിയർ വരുന്നത് റെസിപ്രോക്കേറ്റിംഗ് പമ്പിനാണ്. പക്ഷേ സെൻട്രിഫ്യൂഗൽ പമ്പിന് അങ്ങനെ റെസിപ്രോക്കേറ്റിംഗ് പാർട്സ് കുറവാണ്. റെസിപ്രോക്കേറ്റിംഗ് പാർട്സേ ഇല്ല എന്ന് പറയാം സെൻട്രിഫ്യൂഗൽ പമ്പിന്. അതുകൊണ്ട് തന്നെ വിയർ ആൻഡ് ടിയർ കുറവാണ് സെൻട്രിഫ്യൂഗൽ പമ്പിന്. അപ്പം ഈ ഇത്രയും ഡിഫറൻസസ് ആണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസാണ് ഇതാ ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ സെൻട്രിഫ്യൂഗൽ പമ്പ് ഉപയോഗിച്ച് വിസ്കോസിറ്റി കൂടിയ ലിക്വിഡ്സ് അല്ലെങ്കിൽ സോളിഡ് പാർട്ടിക്കിൾസ് ഒക്കെ മിക്സായ ഡേർട്ടൊക്കെ മിക്സായ ഫ്ലൂയിഡ്സിനെ പമ്പ് ചെയ്യാനായിട്ട് സാധാരണ സെൻട്രിഫ്യൂഗൽ പമ്പാണ് യൂസ് ചെയ്യുന്നത്. അതായത് വിസ്കോസിറ്റി കൂടിയ ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ ഓയിലിൻ്റെ വിസ്കോസിറ്റി കൂടുതലാണല്ലോ. ഓയിൽ, എണ്ണ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഓയിൽ, ഈവൻ പെട്രോൾ ഡീസൽ ആയിരുന്നല്ലോ. അപ്പോൾ ഓയിൽസ്, പിന്നെ മഡി, അതായത് ചെളി വെള്ളം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം മഡി, പിന്നെ സീവേജ് വാട്ടർ, നമ്മുടെ സീവേജിൻ്റെ വെള്ളം അല്ലെങ്കിൽ ഓടയിലൂടെ പോകുന്ന വെള്ളമൊക്കെ സീവേജ് വാട്ടറിൻ്റെ കാറ്റഗറിയിൽ വരും. അപ്പം സീവേജ് വാട്ടർ എന്ന് പറയുമ്പോൾ സോളിഡ് പാർട്ടിക്കിൾസ് എല്ലാം, ഹ്യൂമൻ വേസ്റ്റോ മറ്റ് വേസ്റ്റോ എല്ലാം ഉള്ള വാട്ടറിനെയാണ് സീവേജ് വാട്ടർ. പിന്നെ പേപ്പർ പൾപ്പ്, അത് നല്ല വിസ്കോസിറ്റി, നല്ല കട്ടിയുള്ള തിക്നെസ് ഉള്ള ഫ്ലൂയിഡാണ് പേപ്പർ പൾപ്പൊക്കെ. അപ്പോൾ ഇങ്ങനെ വിസ്കോസിറ്റി കൂടിയ ലിക്വിഡ്സ് പമ്പ് ചെയ്യാനായിട്ട് സാധാരണ സെൻട്രിഫ്യൂഗൽ പമ്പാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ ഫ്ലൂയിഡ്സ് പമ്പ് ചെയ്യാനായിട്ട് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് യൂസ് ചെയ്യാറില്ല. കാരണം റെസിപ്രോക്കേറ്റിംഗ് രണ്ട് പ്രോബ്ലംസ് ഉണ്ട്. ഒന്ന്, അതിൻ്റെ സക്ഷൻ വാൾവും ഡെലിവറി വാൾവും എല്ലാം ഈ വിസ്കോസിറ്റി കൂടിയ അല്ലെങ്കിൽ സോളിഡ് പാർട്ടിക്കിൾസ് മിക്സായി കിടക്കുന്ന വാട്ടർ കൊണ്ട് അടയാൻ ചാൻസ് ഉണ്ട്. ആ ഡേർട്ടൊക്കെ കയറി അടയാൻ ചാൻസ് ഉണ്ട് ഈ വാൾവൊക്കെ, ഈ ഡെലിവറി വാൾവും സക്ഷൻ വാൾവും ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പം ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പിനുണ്ട്. അതുപോലെ തന്നെ സിലിണ്ടറിൻ്റെ അകത്ത് പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിസ്കോസിറ്റി ആയി സോളിഡ് പാർട്ടിക്കിൾസ് ബാക്കി ഡേർട്ടൊക്കെ വരികയാണെങ്കിൽ ആ പിസ്റ്റൻ്റെ ഇടയിലൊക്കെ കയറി ആ മൂവ്മെൻറ്റ്, ആ റെസിപ്രോക്കേഷന് കൂടുതൽ ഡാമേജ് വരാനുള്ള സാധ്യത, റെസിപ്രോക്കേഷൻ ഡിഫിക്കൽട്ടായിട്ട് വരും, പിസ്റ്റൺ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ വിസ്കോസിറ്റി കൂടിയ ഫ്ലൂയിഡ്സിനെ കംപ്രസ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ ആ ഫ്ലൂയിഡിനെ കംപ്രസ് ചെയ്താണ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പം വിസ്കോസിറ്റി കൂടിയ ഫ്ലൂയിഡാണ്, അതിനെ കംപ്രസ് ചെയ്യാൻ വളരെ ഹൈ ഫോഴ്സ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ പമ്പിൽ ഈ കംപ്രഷനോ അങ്ങനെയൊന്നും സംഭവം നടക്കുന്നില്ല. അതിന് ജസ്റ്റ് പമ്പ് ചെയ്ത് കയറ്റുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്ത് ഒരു സക്ഷൻ ക്രിയേറ്റ് ചെയ്ത് അതിനെ പമ്പ് ചെയ്ത് കയറ്റുന്നതെന്ന് മാത്രമേ ഉള്ളൂ. റെസിപ്രോക്കേറ്റിംഗ് പമ്പിലാണെങ്കിൽ അതിന് റെസിപ്രോക്കേഷൻ, അതിനെ സക്ക് ചെയ്തെടുത്തിട്ട് അതിനെ കംപ്രസ് ചെയ്യും, പുഷ് ചെയ്ത് പിസ്റ്റൺ ഉപയോഗിച്ച് പുഷ് ചെയ്ത് പ്രഷർ ഇൻക്രീസ് ചെയ്താണ് അതിനെ പമ്പ് ചെയ്ത് കയറ്റുന്നത്. അപ്പോൾ വിസ്കോസിറ്റി കൂടിയ ഫ്ലൂയിഡ്സ് ആണെങ്കിൽ അതിന് വളരെ ഡിഫിക്കൽട്ടായിരിക്കും, കൂടുതൽ ഫോഴ്സ് എനർജിയൊക്കെ വേണ്ടി വരും. അതുകൊണ്ട് വിസ്കോസിറ്റി കൂടിയ ഫ്ലൂയിഡ്സ് സാധാരണ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഉപയോഗിച്ച് പമ്പ് ചെയ്യാറില്ല. അപ്പോൾ വിസ്കോസിറ്റി അല്ലെങ്കിൽ സോളിഡ് പാർട്ടിക്കിൾസ് ഒക്കെ മിക്സായി കിടക്കുന്ന സീവേജ് വാട്ടർ പോലത്തെ ലിക്വിഡ്സ് ഒക്കെയാണ് എങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഡിഫറൻസ് കാണാതെ പഠിച്ചു വയ്ക്കുക. ഇതൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 8 പോയിൻറ്റ്സ് എഴുതേണ്ടി വരും, 8 ഡിഫറൻസ് ഒക്കെ എഴുതേണ്ടി വരും. അപ്പോൾ ഇതിൽ നോക്കി നിങ്ങൾ മനസ്സിലാവുന്ന ഡിഫറൻസസ് പഠിച്ചുകൊണ്ട് പോയാൽ മതി. അപ്പോൾ ഇതാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പും സെൻട്രിഫ്യൂഗൽ പമ്പും തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ പഠിക്കാം. അടുത്ത വീഡിയോ നമുക്ക് ടർബൈൻസ് സ്റ്റാർട്ട് ചെയ്യാം. പമ്പ്സ് കഴിഞ്ഞിട്ട് അടുത്ത ടോപ്പിക്കാണ് ടർബൈൻസ്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.